ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഫിഷ് ടാങ്ക് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയമുണ്ടാവും. അപ്പോൾ സംശയമുള്ളവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഞാൻ എങ്ങനെയായിരിക്കും ഈ ഒരു ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് കരുതരുത് ഞാൻ ഈ ഒരു ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ മുമ്പും ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാറുണ്ട്. എനിക്ക് ഈ ടാങ്കും വേറെയും 2-3 ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള സാരി ഗപ്പികൾ ഒക്കെ ഞാൻ വളർത്തി അക്വേറിയത്തിലൊക്കെ കൊടുത്ത് കൊച്ചു വരുമാനങ്ങളൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ടാങ്കിനൊക്കെ നല്ല രീതിക്ക് ലീക്ക് ഉള്ളത് കൊണ്ട് അവസാനം കൊടുത്തപ്പോൾ എല്ലാം അക്വേറിയത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2-3 എണ്ണമൊക്കെ ഇതിൽ കിടന്ന് ഇപ്പം കുറച്ചധികം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഗപ്പി മീനുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടാങ്ക് ലീക്കായതോടുകൂടി എല്ലാം ഞാനത് അക്വേറിയത്തിൽ കൊടുത്തു. അപ്പോൾ ഇപ്പം കുറച്ച് കിടന്നത് കൊണ്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരുടെയും ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും മീനെ പിടിച്ച് മാറ്റുക എന്നതായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുക. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ആയുധമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു വല. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഈ ഒരു വലയൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ മീനെയൊക്കെ ഞാൻ വളർത്തിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തത് കൊണ്ട് അതൊന്നും വീഡിയോയിലൊന്നും ഇതുവരെയായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. മീനുകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു വല വെച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ടാങ്കിൽ നിന്ന് മീനെ പിടിച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നത്. എൻ്റെ ഈ ഒരു കൈയിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഓരോ മീനുകളെ ഇങ്ങനെ പിടിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ടാങ്കിൽ നിന്ന് പിടിച്ച് ആ ഒരു ബക്കറ്റിലേക്ക് ഞാൻ പിടിച്ചിടും. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ മീനെയൊക്കെ ഈ ഒരു ടാങ്കിൽ നിന്ന് പിടിച്ച് ഈ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് ഈ ഒരു ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളം നല്ല രീതിക്ക് നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ മോൾ ഇവിടെ അടുത്ത് കറങ്ങി കറങ്ങി നിൽക്കുന്നുണ്ട്. അവൾക്ക് മീനെ പിടിച്ചിടണമെന്നുള്ളൊരു ഇതിലാണ് അവൾ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവൾക്കും പിടിച്ചിടാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയൊക്കെ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ അവൾക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം നമ്മളെ വീട്ടിനോട് ചേർന്ന് വീട്ടിൽ മരം മുറിക്കാനായിട്ടൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരം മുറിക്കുന്നതിൻ്റെ ഇടയിൽ ആ മരത്തിൻ്റെ തോലുകളും അതിൻ്റെ പൂക്കളും ഒക്കെ ഈ ഒരു ടാങ്കിൻ്റെ വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ അടച്ചു വെച്ചിട്ട് മീനെയൊക്കെ പിടിച്ചിട്ടത് പിറ്റേ ദിവസമാണ്. അപ്പം മരം മുറിച്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മരത്തിൻ്റെ ചെറിയൊരു ശിഖരം നമുക്കുള്ള കാർ ഷെഡിലൊക്കെ വീണ് കാർ ഷെഡിൻ്റെ ഷീറ്റൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തും വെച്ചിട്ടുണ്ടായിരുന്നു. ഷീറ്റൊക്കെ അവർ മാറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ രീതിയിൽ ആട്ടയ്ക്കും ചെറിയൊരു ഞണുക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ ആട്ടയും കാർ ഷെഡിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ആട്ടയ്ക്കും ചെറിയൊരു ഞണുക്കുണ്ട്. പിറ്റേ ദിവസമാണ് ആ ഒരു വല വെച്ചിട്ട് പൊടികളും കാര്യങ്ങളും ഒക്കെ കോരി കളഞ്ഞതിന് ശേഷമാണ് മീനെയൊക്കെ ഞാൻ ഓരോന്നായിട്ട് പിടിച്ച് ടാങ്കിലേക്ക് ഇട്ടത്. കണ്ടില്ലേ, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് മീനെ പിടിച്ചിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ടാങ്കിൽ നിന്നും മീനെ മാറ്റുന്നതും ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ നിന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതെല്ലാം നമുക്ക് മനസ്സിൽ അയ്യോ ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ ഡാർക്ക് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മളെ മനസ്സിന് ഒരു പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല. കൈയായാലും കാലായാലും ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല. നമ്മളെ മനസ്സിനെ അത് ഏത് ജോലിയിലായാലും ഏത് കാര്യത്തിലായാലും നമ്മളെ മനസ്സിനെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കാം. എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി വയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഓരോന്നും ചെയ്യാനായിട്ട് കഴിയുന്നത് തന്നെ. സാരി ഗപ്പികളിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് മോഡലുകളുണ്ട്. ഇപ്പം ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ളതും ഫുള്ള് വൈറ്റ് ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് മോഡലുള്ള പല പേരിൽ അറിയപ്പെടുന്ന സാരി ഗപ്പികൾ അവൈലബിൾ ആയിട്ടുണ്ട്. അവ എല്ലാവർക്കും അത് എവിടെയാണ് കിട്ടുന്നത് അറിയത്തില്ല. ഞാനൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരു ചെറിയൊരു അക്വേറിയത്തിൻ്റെ ഷോപ്പുണ്ട്. അവർ ഓൺലൈനായിട്ട് വരെ നമുക്ക് കൊറിയർ ചെയ്ത് തരും. ഞാനും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്.
ആദ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, കൊണ്ടുവരുമ്പോൾ അത് ചത്തു പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു സർവീസ് തന്നെയായിരുന്നു അവർക്കുള്ള. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവർക്കുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വെറൈറ്റി ആയിട്ടുള്ള ഓരോ സാരി എപ്പിക്കും ഓരോ റേറ്റാണ്. അപ്പം പലതിനും പല റേറ്റാണ്. അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കുറയുന്നതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതൊന്ന് മെസ്സേജ് അയക്കണം. ഞാൻ അവർക്കുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബൈ ബൈ.